ചേട്ടാ ആഹാ അയ്യോ നീ ഇതെവിടെ പോയിട്ട് പറഞ്ഞേ? അമ്പലത്തിൽ പോയതാ. ആ അമ്പലത്തിൽ പോയിട്ട് വന്നതാ. എന്ത് വിശേഷം നല്ല ഓർമ്മയുണ്ടോ? ചെവി കേട്ടൂടാന്ന് ഇവളടുത്ത് ഇപ്പൊ പറയാതിരിക്കുകയാണെന്നല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് നാട്ടു നീളെ പറഞ്ഞു. ചേട്ടാ അല്ല എന്ത് ഓർക്കുന്നേ? ഞാൻ പറഞ്ഞ കേട്ടോ? അതെ, വീട്ടില് മീൻ കിട്ടിയാ? ഇല്ലെങ്കിൽ ഞാൻ ചന്തയിൽ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അല്ല ചേട്ടാ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മീനാണോ വാങ്ങിക്കുന്നേ? അല്ലെങ്കിൽ നമുക്കൊരു കോഴി വാങ്ങിക്കാം. നല്ലൊരു ദിവസമായിട്ട് ചിക്കനും മീനൊന്നും വേണ്ട. നമുക്ക് പിള്ളേരെല്ലാം ഇല്ലയോ, നമുക്ക് സദ്യയൊക്കെ ഒരു അവിയലോ സാമ്പാറോ ഒക്കെ വെച്ചേ. ഒരു കാര്യം നമുക്ക് ചിക്കൻ വാങ്ങിച്ച് പൊരിക്കാം. ചിക്കൻ 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 വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ എന്തിനാ ദേഷ്യപ്പെടണേ? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഞാനേ ചന്തയിൽ പോയിട്ട് വരാം. പിന്നെ സോറി, ഞാൻ ദേഷ്യപ്പെട്ടു. നല്ല ദിവസമായിട്ട് സാരമില്ല കേട്ടോ. അല്ല ചേട്ടാ, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന? ഭയങ്കര ഓവറാട്ടോ. എന്നാ പോയിട്ട് വാ. വരുമ്പോഴേ ഒരു ചുരിദാറോടെ വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. അപ്പൊ ശരി 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 ചേട്ടാ. പിന്നെ ഒരു കേക്ക് കൂടെ വാങ്ങിക്കണേ. പിള്ളേരെല്ലാം ഉള്ളല്ലേ, നമുക്ക് ഒന്നിച്ച് മുറിക്കാം. എല്ലാം റെഡി എല്ലാം റെഡി. എന്ത് ചിരിച്ചോണ്ടിരിക്കുന്നു? കുഴപ്പമല്ല ഉണ്ടോ? അമ്മേ ചാരു. ആ രുക്കു, അയ്യോ അമ്മാവനിപ്പൊ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. ഞാൻ കണ്ടായിരുന്നു. ഞാൻ കുളിച്ചിട്ടില്ല. അയ്യേ അയ്യേന്നോ? ഇത്ര രാവിലേക്ക് ആരെണീറ്റ് കുളിക്കുന്നത്? അതൊന്നും എന്ത് തണുപ്പാ? തണുപ്പൊക്കെ ഞാൻ ഒന്നിനാ കുളിക്കാറുണ്ട്. ഒരു അമ്പലത്തിൽ പോകണ്ടായിരുന്നോ? അതുകൊണ്ട് കുളിച്ചു അല്ലേ രാവിലെ? അല്ലല്ല, ഞാൻ രാവിലെ വൈകിട്ടും കുളിക്കും. ഇപ്പൊ എന്നെ ആക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ 2 നേരം കുളിക്കാറുണ്ട്, പക്ഷെ കുറച്ച് ലേറ്റ് ആവുന്നു മാത്രം. ഇതൊക്കെ ചെയ്യേണ്ടത് കണ്ടില്ലേ? നോക്ക്, തറ കിടക്കണം നോക്ക്. പിന്നെ ഒക്കെ പോട്ടെ. നിന്റെ അമ്മാവൻ എന്താ പറ്റിയേ? അമ്മാവനെന്ത് പറ്റി? അല്ല, ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെ സംസാരിക്കുന്നേ. എന്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ലല്ലോ സംസാരിക്കുന്ന. അമ്മാവനെ ഓക്കെയാ? അല്ല, ഒരു എന്തോ പ്രശ്നമുണ്ട് ചാരു. തോന്നിയതായിരിക്കും രുക്കു. അമ്മാവൻ ഓക്കെയാണ്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, അതെങ്കിലും ഓർമ്മയുണ്ടെന്ന് ആർക്കറിയാം? ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണോ? ഏടാ പറയണ്ടേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അപ്പൊ ഞങ്ങള് നിങ്ങളുടെ കല്യാണം കഷ്ടപ്പെട്ട് നടത്തി തന്നിട്ട് 1 വർഷമായി. എത്ര പെട്ടെന്നാ സമയം പോയത്. പിന്നല്ലേ. അപ്പൊ ട്രീറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ കൊള്ളാം. അമ്മാവന്റെ അടുത്താ എന്നാ കിട്ടിയത് തന്നെ. എന്ത് പറ്റി? അതല്ല, അമ്മാവൻ എപ്പോ വരുന്നു ആലോചിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ വരുമായിരിക്കും അല്ലേ? ഇന്ന് വാങ്ങിച്ചോണ്ട് വന്നില്ലേ നോക്കിക്കോ, ഞാൻ ഡിവോഴ്സ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ദിവസം ഡിവോഴ്സ് നടക്കും. ഇപ്പൊ തന്നെ നടക്കും. തോക്കണ കാര്യം